വയനാട്ടിൽ വി ഡി സതീശൻ സംസാരിക്കുകയാണ് തത്സമയം. ഇത് നമ്മൾ കുറേ നാളുകളായി നമ്മൾ ഈ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഒരുപക്ഷെ കഴിഞ്ഞ 3.5 വർഷക്കാലം കേരളത്തിൻ്റെ നിയമസഭയിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഇതുമായി ബന്ധപ്പെട്ട 4 അടിയന്തര പ്രമേയങ്ങൾ തന്നെ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. നിരവധി മെമ്പർമാർ പ്രതിപക്ഷത്ത് നിന്ന് ഈ വിഷയം ശക്തിയായി ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴെല്ലാം ഒരേ മറുപടിയും ഒരു നിസ്സംഗതയുമാണ് സർക്കാരിനുള്ളത്. അതുകൊണ്ടാണ് ആവർത്തിച്ചു വരുന്ന വന്യജീവി ആക്രമണങ്ങൾ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം. ഇതൊരു ഗുരുതരമായ വിഷയമാണ്, കേരളത്തിൻ്റെ ഒരു മുൻഗണനയിൽ വരേണ്ട വിഷയമാണ്. അത് ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയാണ് ഈ മലയോര സമരയാത്ര ഞങ്ങൾ സംഘടിപ്പിച്ചത്. സത്യത്തിൽ ഇത് തുടങ്ങുമ്പോൾ, ഈ യാത്ര തുടങ്ങുന്നതിൻ്റെ തലേദിവസം ഉണ്ടായ ഈ സംഭവം കൂടി ആയപ്പോൾ എത്രമാത്രം ഗൗരവമായ ഒരു വിഷയമാണ് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്ന് പൊതുസമൂഹത്തിന് ബോധ്യമായി. ഈ 2 വിഷയങ്ങളാണുള്ളത്. ഞങ്ങൾ ഇതുമായി പോകുമ്പോൾ ഞങ്ങൾക്ക് കൃത്യമായ പരിഹാര നടപടികൾ നിർദ്ദേശിക്കാനുണ്ട് ഗവൺമെൻറ്റിന് മുന്നിൽ. ഈ ജാഥ തിരുവനന്തപുരത്ത് അവസാനിക്കുമ്പോൾ എന്ത് ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങളാണ് സർക്കാർ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു കൃത്യമായ കാര്യങ്ങൾ ഞങ്ങൾ പറയും. അത് എല്ലാ വിഭാഗം ആളുകളുമായി ഉള്ള കൂടിയാലോചനകൾ നടത്തിയിട്ടാണത് പറയുന്നത്. ഇപ്പോൾ തന്നെയുള്ള പ്രശ്നം എന്താ, പരമ്പരാഗതമായി ഈ ആക്രമണങ്ങൾ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് ഇല്ലേ. മതിലുകളുണ്ട്, കിടങ്ങൾ നിർമ്മിക്കും, സൗരോർജ്ജ വേലി ഉണ്ടാക്കും, അതുപോലെ റെയിൽ ഗാർഡ് ഉണ്ടാക്കും, ഒരുപാട് കാര്യങ്ങൾ. നിയമസഭയിൽ ഞങ്ങൾ പറഞ്ഞു, കഴിഞ്ഞ 4 വർഷമായി ഇത്തരം ഒരു കാര്യവും ചെയ്തിട്ടില്ല. എന്നിട്ട് ഗവർണറുടെ പ്രസംഗത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് കേരളത്തിൽ വന്യജീവി ആക്രമണം കുറഞ്ഞു വരികയാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി നിയമസഭയിൽ പറയുകയാണ് കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഞങ്ങൾ കണക്കെടുത്ത് കാണിച്ചു. കണക്ക് ഞങ്ങളുണ്ടാക്കിയ കണക്കല്ല, സർക്കാരിൻ്റെ തന്നെ ഒരു കണക്കുണ്ട്. ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. 2019, 20 തൊട്ട് 24, 25 വരെയുള്ള വർഷങ്ങളിൽ ഇതിൻ്റെ എണ്ണം ഭയങ്കരമായി കൂടി. സത്യത്തിൽ കഴിഞ്ഞ ഒരു 7-8 വർഷക്കാലം കൊണ്ട് 60,000-ത്തിലധികം വന്യജീവി ആക്രമണങ്ങളാണ് കേരളത്തിലുണ്ടായി. എന്നിട്ടാണ് കുറഞ്ഞു വരിക എന്ന് പറയുന്നത്. 1000-ത്തിലധികം പേരും മരിച്ചു. അപ്പോൾ ഇത് ഗൗരവത്തോടു കൂടി എടുത്തവർ. പിന്നെ മറ്റു പല സംസ്ഥാനങ്ങളും ഏറ്റവും ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിക്കുകയാണ്, ഡിറ്ററൻറ്റുകൾ ഉപയോഗിക്കുകയാണ്. ഒന്ന്, ഇത് വരുമോ ഇല്ലയോ എന്ന് മുൻകൂട്ടി പറയാൻ കഴിയാവുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ഇന്നുണ്ട്. ഇനി ഏത് തരത്തിലുള്ള മൃഗങ്ങളാണ് വരുന്നതെങ്കിലും അതിനെ തിരിച്ചു ഓടിക്കാൻ, കാട്ടിലേക്ക് ഓടിക്കാൻ ഉള്ള സംവിധാനങ്ങൾ പല സ്ഥലത്ത് ഏർപ്പെടുത്തി. തമിഴ്നാടും കർണാടകയും മധ്യപ്രദേശും ഹിമാചലൊക്കെ ഏർപ്പെടുത്തി. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മുടെ വനം വകുപ്പും വന്യജീവി വകുപ്പും ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലുമില്ല. ലോകം മാറിക്കൊണ്ടിരിക്കുകയല്ലേ. എന്തെല്ലാം സങ്കേതങ്ങളും ഡിവൈസസുമാണ്, എന്തെല്ലാം മെക്കാനിസമാണ് പുതിയതായിട്ടുണ്ടായിരിക്കുന്നത്. പഴയത് ചെയ്യുന്നുമില്ല, പുതിയതിനെക്കുറിച്ച് ആലോചിക്കുന്നുമില്ല. ഇത് രണ്ടും ചെയ്യാതെ ഞങ്ങളുടെ പരാതി, സർക്കാർ ജനങ്ങളെ, മലയോരത്തെ ജനങ്ങളെ അവരുടെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. വിധി എന്താണ് അതുപോലെ ആയിക്കോട്ടെ, എന്താ, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, നിസ്സംഗതയാണ്. വന്യജീവി നിയമത്തിന് ഭേദഗതി വരുത്തണം. കേരളത്തിൽ നിന്ന് ജയിച്ചു പോയിട്ടുള്ള മുഴുവൻ UDF MP-മാരും ആ കാര്യത്തിൽ അതിശക്തമായ നിലപാടെടുക്കുകയാണ്. പാർലമെൻറ്റിൽ ഇപ്പോൾ പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങുമ്പോൾ ഏറ്റവും ശക്തിയായി ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള മുഴുവൻ അംഗങ്ങളും, UDF അംഗങ്ങളും ഈ വന്യജീവി നിയമത്തിന് ഭേദഗതി ആവശ്യമായ, കാലാനുസൃതമായ ഭേദഗതി വരുത്തണം എന്നുള്ള നിലപാട് ശക്തിപ്പെടുത്തുകയാണ്. അത് വേണം. പക്ഷേ സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യണ്ടേ. ഇപ്പോൾ ഈ നഷ്ടപരിഹാരം, ഇപ്പോൾ വാച്ചർമാർ, ഇവിടെ തന്നെ പറഞ്ഞല്ലോ, വാച്ചർമാരില്ല, ആവശ്യത്തിന് വാച്ചർമാരില്ല, കാർഡ് അറിയുന്ന വാച്ചർമാർ വേണ്ടേ, അവർക്കല്ലേ കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള സ്റ്റാഫില്ല, സംവിധാനങ്ങളില്ല. ഇതൊരു കടുവ ഇറങ്ങി എന്ന് പറയുമ്പോഴാണ്, ഇപ്പോൾ ഒരേ സമയത്ത് 4-5 കടുവ ഇറങ്ങിയ എന്ത് ചെയ്യാനാ, എങ്ങനെ പുറത്തിറങ്ങും, എങ്ങനെ? ഭീതിയാണ്, എല്ലാവരുടെയും മനസ്സിൽ ഭീതിയാണ്. നിങ്ങൾക്കറിയാം, മാനന്തവാടിയിൽ അജീഷിൻ്റെ വീട്ടിൽ പോയപ്പോൾ അജീഷിൻ്റെ കുഞ്ഞുമകള് നമ്മളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇല്ലേ, ഇനിയെങ്കിലും എന്നെ പോലെ ഒരു അനാഥ ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക എന്നാണ് നമ്മളോട് ചോദിച്ചത്. നമ്മളോട് എല്ലാവരോടുള്ള ചോദ്യമല്ലേ. അപ്പോൾ ഒരു സർക്കാർ ഈ നിസ്സംഗത വെടിഞ്ഞ് ഗൗരവതരമായി കൂടിയാലോചനകൾ നടത്തി അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണം. അതിൽ സർക്കാരിന്മേൽ, ഇരു സർക്കാരിൻ്റെ മീതെയും ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നതിന് വേണ്ടി കൂടിയാണ് ഞങ്ങൾ ഈ മലയോര സമരയാത്രയുമായി പോയിരിക്കുന്നത്.
KPCC പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പറയുണ്ടായി, ഞാനുള്ള കാലത്തും ഞാൻ മന്ത്രിയായിരിക്കുന്ന കാലത്തും ഇത്തരത്തിൽ വന്യജീവി ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അത് സാധാരണ എല്ലാ കാലത്തും ഉണ്ടാകാറുള്ളതാണ്. അതിന് കാര്യമായ അല്ല, എല്ലാ കാലത്തും അതെന്താ തെറ്റെന്താ പറഞ്ഞാൽ എന്താ തെറ്റ്? അദ്ദേഹത്തിന്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെ പറഞ്ഞത് അതുകൂടി നിങ്ങൾ കേട്ടില്ലേ? അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ പറഞ്ഞല്ലോ. ചെയ്ത കാര്യങ്ങൾ അന്ന് കിടങ്ങു കുഴിച്ചു, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഇപ്പൊ തന്നെ ഈ വയനാട് ഇവിടെ കണ്ണൂരിൽ ആറളത്ത് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ഉണ്ടായിരുന്ന സമയത്താണ് 13 കോടി രൂപ മുടക്കിയിട്ട് മതിൽ പണിത്. അല്ല, അദ്ദേഹം അങ്ങനെയല്ല പറഞ്ഞത്, നിങ്ങളുടെ വ്യാഖ്യാനമാണ്, കൈരളിയുടെ വ്യാഖ്യാനമാണ്. അദ്ദേഹം പറഞ്ഞത് അന്ന് ഇത്രയും വലിയ ആക്രമണങ്ങൾ ഇല്ല, ഇത്രയും എണ്ണം കൂടിയിട്ടില്ല, ഇത്രയും പെരുപ്പവും ഇല്ല. എന്നിട്ട് പോലും അന്ന് ഈ പരമ്പരാഗതമായ രീതിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എത്ര വർഷം മുമ്പുള്ള കാര്യം അദ്ദേഹം പറഞ്ഞത് 20 വർഷം മുമ്പാണ്. അദ്ദേഹം മന്ത്രിയായിരുന്നത് 20 വർഷം മുമ്പ്. ശ്രീ MM ഹസൻ ആ മന്ത്രിസഭയിൽ അംഗമായിരുന്നു. 20 വർഷം മുമ്പ് ചെയ്ത കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ 20 വർഷം കൊണ്ട് ഈ വയനാട്ടിൽ അന്ന് 150 കടുവയുണ്ടോ? ഉണ്ടോ? 150 കടുവയുണ്ടോ? ഇല്ല. ഇത്രയും ആനകൾ ഇറങ്ങാറുണ്ടോ? ഇല്ല. ഇത്രയും പന്നിക്കൂട്ടം ആക്രമിക്കാറുണ്ടോ? ഇല്ല. ഇടയ്ക്കിടയ്ക്ക് പ്രശ്നം ഉണ്ടാവും, ഇടയ്ക്ക് ഇറങ്ങി വരും. 20 വർഷം മുമ്പുള്ള സ്ഥിതി അല്ല ഇന്നത്തെ സ്ഥിതി. 20 വർഷം മുമ്പ് പോലും ഇത്രയും നടപടികൾ അന്നത്തെ സർക്കാരുകൾ സ്വീകരിച്ചപ്പോൾ ഞാൻ നിയമസഭയിൽ കാണിച്ചു, കഴിഞ്ഞ 4 വർഷമായിട്ടേ ഒന്നും ചെയ്തിട്ടില്ല, 0 ആണ്. ചെലവാക്കിയേക്കണ പ്രതിരോധ സംവിധാനങ്ങൾക്ക് വേണ്ടി ചെലവാക്കിയിരിക്കുന്നത് 1 രൂപ പോലും ചെലവാക്കിയിട്ടില്ല. ഞാൻ വായിച്ച് കേൾപ്പിച്ചല്ല, മന്ത്രി മിണ്ടിയില്ലല്ലോ. അതെന്താ? അതാണ് ഞാൻ പറഞ്ഞത്, വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയെന്ന് പറഞ്ഞു. വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. 20 വർഷത്തിനുള്ളിൽ മൃഗങ്ങളുടെ എണ്ണം എത്രമാത്രമാണ് വർദ്ധിച്ചിരിക്കുന്നത്? പറഞ്ഞില്ലേ? അജീഷിന്റെ കുടുംബത്തിന് കുറെ വാഗ്ദാനം ഒന്ന് കൊടുത്തിരുന്നു. ജോലി നൽകും, 40 ലക്ഷം രൂപ നൽകും, അത് മന്ത്രിസഭ തീരുമാനിക്കും, ചർച്ച ചെയ്യും, മക്കളുടെ വിദ്യാഭ്യാസ ചെലവ് ഏറ്റെടുക്കും. ഇതൊന്നും തന്നെ നടപ്പായിട്ടില്ല. അജീഷിന്റെ കുടുംബത്തിന്, അതുപോലെ തന്നെ ജസ്റ്റിന്റെ ഭാര്യയ്ക്ക് കണ്ണൂരിലെ പള്ളിയിൽ ഭാര്യയും ഭർത്താവും കൂടി പള്ളിയിൽ പോകുമ്പോൾ ഭാര്യയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഭർത്താവിനെ ജസ്റ്റിനെ ചവിട്ടി കൊന്നു ആന, ഇല്ലേ? ഇവിടെ ഇന്നലെ ഞങ്ങൾ കൊട്ടിയൂരി ചെന്ന് കഴിഞ്ഞപ്പോൾ ആന ചവിട്ടിയിട്ട് കാല് പോയ ഒരാൾ, കാലെന്ന് വെച്ചാൽ കാലിൽ ഇഷ്ടംപോലെ ഓപ്പറേഷൻ നടത്തേണ്ടി വന്നു. നെഞ്ചിലാന കാല് വെച്ചു. അതുകൊണ്ട് ആന തന്നെ കാലെടുത്ത് മാറ്റി. പക്ഷെ കാല് വെച്ചപ്പോൾ തന്നെ 6-7 റിബ് വരിയെല്ലാം ഒടിഞ്ഞുപോയി. 15 ലക്ഷം രൂപ സർജറി നടത്തിയിട്ട് 1 രൂപ കൊടുത്തിട്ടില്ല. 1 രൂപ കൊടുത്തിട്ടില്ല. കടുവാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധിയുടെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ.